ഗായ്സ്, എൻ്റെ പേര് ബിജി. ഞാനിന്നൊരു ഫസ്റ്റ് ടൈമാണ് ഞാൻ വ്ളോഗ് ചെയ്യുന്നത്. എനിക്ക് അത്ര പരിചയമില്ല എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊന്നും. അപ്പം ഞാൻ വിചാരിച്ചു ഞാനിന്നൊരു ട്രിപ്പ് പോവുകയാണ്, അപ്പോൾ അത് നിങ്ങളെല്ലാവരെയും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്യുന്ന ഒരു വ്ളോഗാണ്. അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത് 3 ഡേയ്സിനാണ്. ലണ്ടനിലേക്കാണ് പോകുന്നത്. കുറേ നാളുകളായിട്ട് ആഗ്രഹിക്കുന്നു, പക്ഷേ അതിപ്പോഴാണ് സാധിച്ചത്. ഞങ്ങൾ പോകുന്നത് ട്രെയിനിലാണ്. ഇവിടുന്നൊരു 1 മണിക്കൂറേ ഉള്ളൂ ഏകദേശം. ഞങ്ങൾ UK വന്നിട്ട് ശരിക്കും എങ്ങോട്ടും അങ്ങനെ ട്രിപ്പൊന്നും പോയിട്ടില്ല. കാരണം വെച്ചാൽ ജോലിയുടെ തിരക്ക് കാരണവും അങ്ങനെയൊക്കെ ആയത് കാരണം. പിന്നെ പിങ്കിയുമായിട്ട് ഞങ്ങളിങ്ങനെ ഒരു 3 ഡേയ്സ് ട്രിപ്പ് പോകുന്നതും ആദ്യമായിട്ടാണ്. അപ്പം മാത്രമല്ല, പിങ്കിയുടെ ബർത്ത്ഡേ ആണ് May 1. അപ്പം ഞങ്ങൾ വിചാരിച്ചു എങ്കിലും ഒരു ട്രിപ്പ് പോയേക്കാന്ന്. അങ്ങനെ പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ്. ഫൈനലി നമ്മൾ ലണ്ടനിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ചെക്ക് ഇൻ ചെയ്തു. നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ടവർ ഹോട്ടലിലാണ്. ഇത് ലണ്ടൻ ബ്രിഡ്ജിന് നിയർ ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ളൊരു ഹോട്ടലാണ്. അപ്പം നമ്മൾ ലഗേജൊക്കെ കൊണ്ടുവച്ചു. ഹോട്ടലിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ ജസ്റ്റ് നമ്മൾ ചെന്ന ദിവസം സൺഡേ ഡേ ആയിരുന്നു. അത് കാരണം നമുക്ക് കുറേ പിക്ചേഴ്സും അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റി. അങ്ങനെ നമ്മൾ ലണ്ടൻ ജസ്റ്റ് ഒന്ന് കണ്ട് നമ്മൾ അവിടെ കയറിയില്ല അന്നത്തെ ദിവസം. നമ്മൾ ചെല്ലുന്നത് തന്നെ കുറച്ച് ലേറ്റായിട്ടായിരുന്നു. അപ്പം നമുക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ടത് 3 PM ആയിരുന്നു. അങ്ങനെ നമ്മൾ 3 PM ചെക്ക് ഇൻ ചെയ്തു. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ ക്രൂസിലൊന്ന് കയറി. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. അവിടെ ക്യൂ നിന്നാൽ മതി, അവിടെ നമുക്ക് ടിക്കറ്റ് കിട്ടും. അങ്ങനെ നമ്മൾ കയറിയിരുന്നു. അപ്പോൾ അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യും എന്തൊക്കെയാണെന്ന്. ശരിക്കും നമുക്കൊരു അത്ഭുതം തോന്നി. ഒരുപാട് 400 വർഷങ്ങൾ പഴക്കമുള്ള കുറേ ബിൽഡിങ്സ് എല്ലാം നമുക്ക് കാണാൻ പറ്റിയത്. ശരിക്കും അതൊരു നല്ല അനുഭവം തന്നെയായിരുന്നു. The Houses of Parliament, and inside you've got the House of Lords, the House of Commons. Notice the bridge was opening. There was a bit of a gap. Now, what any normal person would do is put their foot on the brake. Not Albert, he accelerated. He jumped the bridge. True story. Bus driver jumped Tower Bridge. Now, during this incident, only one person was injured, himself, Albert. He broke his ankle. He also got a £10 bonus for doing it. And they were built in the Gothic style, and that was to be in keeping with the Tower of London, which I'm going to tell you about in a minute. If you took down all the stuff... പിടി ഹാപ്പി ബർത്ത്ഡേ പിങ്കി. പിങ്കി ജന്മദിനം. ഓ അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി 1 ഡേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ചെന്ന ദിവസം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു 3 PM ചെന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാം ഒന്ന് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഡേയിൽ നമ്മൾ രാവിലെ തന്നെ ഒരു 10 o'clock ആയപ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലാണ് പോയത് ഫസ്റ്റ്. ശരിക്കും പിങ്കിക്ക് പേടിയായിരുന്നു. അവൾ വിചാരിക്കുന്നത് ഗ്ലാസ് ഉണ്ട്, അപ്പോൾ അവൾ താഴേക്ക് പോകുന്ന അങ്ങനെ ഒരു ഭയമായി. കുട്ടികളൊക്കെ ഞാൻ വാച്ച് ചെയ്ത കുട്ടികൾക്കെല്ലാം പേടിയായിരുന്നു ആ ഗ്ലാസ് ബ്രിഡ്ജ്. ശരിക്കും ജസ്റ്റ് അവളൊന്ന് കയറും, പിന്നെ അവൾ പെട്ടെന്ന് ഇറങ്ങും. അവൾക്ക് ശരിക്കും പേടിയായി പോയത്.
നീ ദൂരെ നടന്നു. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ലണ്ടൻ ആണെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ടിക്കറ്റ് കിട്ടത്തില്ല, ഫുള്ളാവും. അങ്ങനെ നമ്മൾ 2 o'clock നമ്മൾ ലണ്ടൻ ആണെങ്കിൽ കയറാനുള്ള ടിക്കറ്റ് 1/2 hour. അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ നേരത്തെ അവിടെ എത്തിയായിരുന്നു. നമുക്ക് പിന്നെ 1 hour ഉണ്ടായിരുന്നു. ജസ്റ്റ് നമ്മളൊരു ഐസ്ക്രീമൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ ഇന്ത്യയുടെ പുറത്തേക്ക് ഫസ്റ്റ് ടൈമാണ് ആൾക്കും ഒരു അനുഭവം കിട്ടുന്നത്. പിന്നെ നമ്മൾ ഫൈനലി ലണ്ടൻ ആയിൽ കയറിയിട്ടുള്ള ഒരു പുറത്തുള്ള വ്യൂ ആണിത്. ശരിക്കും നമുക്ക് ഫുൾ ലണ്ടൻ നമുക്ക് കാണാൻ പറ്റും പറയുമ്പോൾ. എനിക്കിതൊരു ഫസ്റ്റ് ടൈം അനുഭവമായിരുന്നു. ഞാൻ ഇങ്ങനെയുള്ള ഒരു ഇതിനകത്തൊന്നും നേരത്തെ ഞാൻ കയറിയിട്ടില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് ശരിക്കും ഞാനത് എൻജോയ് ചെയ്തിരുന്നു. Across the river is the Ministry of Defence, which is the headquarters for the British Armed Forces. Behind there is 10 Downing Street, where the Prime Minister lives. Beyond that is the Horse Guards Parade, where the changing of the guard can be seen daily. I hope you bother trying to make them laugh. They've probably heard every joke in the book. You can also see St James's Park, one of 8 royal parks that can be visited in London. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മൾ ജസ്റ്റ് അവിടെ അടുത്തുള്ള ഒരു പാർക്കിൽ പോയി. ജസ്റ്റ് പെങ്കിക്ക് ശരിക്കും പാർക്കിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് അവിടെ ഊഞ്ഞാലാടാനും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൾ ഇവിടെയുള്ള പാർക്കിൽ അവൾ പോകാറുണ്ട്. അവൾക്ക് ശരിക്കും ഇഷ്ടമായ കാരണം നമുക്ക് അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പാർക്കിൽ പോയി. അങ്ങനെ പോയിട്ടുള്ള ഒരു ഇതാണ് കാണുന്നത്. ശരിക്കും എനിക്ക് തോന്നുന്നു അവൾ എൻജോയ് ചെയ്തു. അവളുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ അവൾക്ക് പാർക്കൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. സൂവിലൊക്കെ പോകാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ഈ പാർക്ക് നമ്മുടെ മരിച്ചുപോയ രാജ്ഞിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മരിക്കുന്നതിന് മുമ്പ് ഈ പാർക്കിൻ്റെ ഇത് കംപ്ലീറ്റ് ചെയ്യണം, അതിൻ്റെ വർക്ക് ഫുള്ളി ഒരു പാർക്കാക്കി മാറ്റണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം രാജ്ഞിക്കുണ്ടായിരുന്നു എന്നാണ് ജസ്റ്റ് നമ്മൾ റീഡ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം നമ്മൾ പാർക്കിൽ പോയതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ബസ്സിലായിരുന്നു. അപ്പം നമ്മൾ ബസ്സിനുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ബസ്സിന് ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6 PM വരെ, രാവിലെ തൊട്ട് 6 PM വരെ നമുക്ക് ലണ്ടനിൽ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറങ്ങാം, തിരിച്ച് അതേ ബസ്സിന് തന്നെ കയറാം. ഓരോ ബസ്സിനും ഓരോ പേരുണ്ട്. നമ്മൾ ബിഗ് ബസ് എന്ന് പറയുന്ന ഒരു ബസ്സിലായിരുന്നു കയറിയത്. അപ്പം അവർ 6:30 വരെയാണ് അവരിങ്ങനെ ട്രിപ്പ് ചെയ്യുന്നത്. അവർ ഫുൾ കറക്കും നമ്മളെ, ലണ്ടൻ ഫുൾ നമുക്ക് കറങ്ങാൻ പറ്റും. അങ്ങനെ നമുക്ക് അതിൻ്റെ കൂടെ ടിക്കറ്റ് എടുത്ത സമയത്ത് നമുക്ക് ക്രൂസിൽ ഒരു ടിക്കറ്റ് ഫ്രീ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ഒരു തവണ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ആ ഒരു ടിക്കറ്റ് വേസ്റ്റ് ആക്കണ്ട എന്ന് കരുതി നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇത്
നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ ജസ്റ്റ് ഒരു വ്യൂ ആണ്. നൈറ്റ് ടൈമിൽ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു വ്യൂ ആണ് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കാണുന്നത്. ഇവിടെ നമുക്ക് കുറേ ഷിപ്പൊക്കെ കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് ശരിക്കും നൈറ്റിൽ ലൈറ്റ്സൊക്കെ ആയിട്ട്. നല്ലൊരു വ്യൂ തന്നെയാണ് ഈ സൈഡിൽ. ഇത് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. ശരിക്കും നല്ല ഹോട്ടലായിരുന്നു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആയിരുന്നു. നമ്മൾ ടോട്ടൽ പേയ്മെൻറ്റിനകത്ത് ഇൻക്ലൂഡായിട്ട് വരുന്നതാണത്. ശരിക്കും നമുക്ക് ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഹോട്ടലാണ്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. റൂംസൊക്കെ കുറച്ച് ചെറുതാണ്. അതെനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാ ഹോട്ടലുകളിലും ലണ്ടനിൽ കുറച്ചും കൂടെ സിറ്റി ആയതുകൊണ്ടാകാം റൂംസൊക്കെ കുറച്ച് ചെറുതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. They actually built the London Eye in the river where we are now and raised it into position. Now, the London Eye is a very popular place for later on, so you'll be able to see some of those buildings up and close. And now, ahead of us, there are two bridges here. These are the Blackfriars bridges we're approaching. This first one is a road bridge. If you look at the pivots on this, one of the playrhouses of his time. The original Globe Theatre actually burned down during the performance of Henry VIII in 1613. And the one you see today is built about 200 yards from the original Globe Theatre. അങ്ങനെ ഞങ്ങൾ സക്സസ്ഫുള്ളി 3 days കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ ലണ്ടനിൽ തിരിച്ചു പോവുകയാണ് ഗായ്സ്. അപ്പം എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സീ യു നെക്സ്റ്റ്